എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഹരീഷ്. ഞാൻ BJP അടാട്ട് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റും മുൻ പഞ്ചായത്ത് മെമ്പറുമാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അടാട്ട് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം ഇവിടെ നടപ്പിലാക്കേണ്ട കാര്യങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന പല വിഷയങ്ങളും നിങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇതെല്ലാവർക്കും എത്തിക്കാനുള്ള കാര്യങ്ങൾ, എല്ലാ മേഖലയിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് മാത്രം പറയുകയാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അടാട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ നിലവിൽ വന്നിട്ട് ഏകദേശം ഒരു 165 ദിവസത്തോളമായി. അവർ ഭരണത്തിൽ ഇപ്പോൾ നടക്കുന്നത് UDFന്റെ ഭരണസമിതിയാണ്. അതിൽ 9 മെമ്പർമാർ UDFും 7 മെമ്പർമാർ LDFും 4 മെമ്പർമാർ BJPയുമാണ്. ഇതിൽ UDF ഭരണസമിതി നിലവിൽ വരാൻ വേണ്ടിയിട്ട് അവർ ആ ഇലക്ഷന് സമയത്ത് ഒരു പ്രകടന പത്രിക നമുക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രകടന പത്രിക നൽകിയ എല്ലാ വിഷയങ്ങളും ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നാണ് നമ്മളവിടെ നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യമായി ഓരോരോ വിഷയങ്ങളായിട്ട് ഓരോ ഘട്ടത്തിൽ നമുക്ക് നോക്കിയിട്ട് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാം. ഈ കാണുന്നതാണ് UDF ഇലക്ഷന് സമയത്ത് നമ്മുടെ അടാട്ട് പഞ്ചായത്തിൽ ജനങ്ങളുടെ മുമ്പിൽ നൽകിയിട്ടുള്ള പ്രകടന പത്രിക. ഇതിൽ ഏതൊക്കെയാണ് നടപ്പിലാക്കിയത്, ഏതൊക്കെയാണ് നടപ്പിലാക്കേണ്ട പ്രകടന പത്രികകൾ എന്നാണ് നമുക്കിവിടെ നോക്കേണ്ടതുള്ളത്. ഇതിൽ ആദ്യമായി ഞാൻ പറയുന്നത് അടാട്ട് പഞ്ചായത്തിൽ മുതുവറ ജംഗ്ഷനിൽ ഒരു ഡിവൈഡർ ഉണ്ട്. ആ ഡിവൈഡർ പൊളിച്ചുകൊണ്ട് അവിടെ ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കും എന്നാണ് ഈ ടീം അടാട്ടിന്റെ നേതൃത്വം നൽകിയ ഇപ്പോഴത്തെ അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അനിലക്കര പറഞ്ഞിരിക്കുന്നത്. അത് 100 ദിവസത്തിനുള്ളിൽ, അതായത് ഡിസംബർ 27-നാണ് ഇവിടെ ഭരണസമിതി പുതിയ പ്രസിഡന്റ് നിലവിൽ വന്നത്. ആ ഡിസംബർ 27 തൊട്ട് ഇന്ന് വരെ ഏകദേശം ഒരു 162 ദിവസത്തോളം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. 100 ദിവസത്തിനുള്ളിൽ ആ ഡിവൈഡർ പൊളിച്ചുകൊണ്ട് സഞ്ചാര യോഗ്യമാക്കും എന്നാണ് ഇതിൽ അനിലക്കര നമ്മുടെ ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്ന പ്രകടന പത്രിക. അത് നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. പ്രകടന പത്രികയിൽ നടപ്പിലാക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്തെന്നാൽ മുതുവറ സെൻട്രലിൽ നിന്ന് മുതുവറ അമ്പലത്തിലേക്കും കുറ്റൂർ, ചൂരക്കാട്ടേര, അയ്യപ്പൻകാവ്, രാമഞ്ചിറ, കാട്ടോടി തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുമുള്ള സഞ്ചാര സ്വാതന്ത്ര്യം കോൺക്രീറ്റ് ഡിവൈഡർ ഉപയോഗിച്ച് കെട്ടിയടച്ച ഡിവൈഡർ 100 ദിവസത്തിനകം പൊളിച്ചു നീക്കി 2000-ഓളം വരുന്ന കുടുംബങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നടപ്പിലാക്കുന്നതാണ് എന്നാണ് പ്രകടന പത്രികയിൽ അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്നേക്ക് ഏകദേശം ഒരു 162 ദിവസത്തോളം, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഡിസംബർ 27-ന് നിലവിൽ വന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നത്തേക്ക് ഏകദേശം ഒരു 163 ദിവസം ഇപ്പോൾ കടന്നിരിക്കുകയാണ്. എന്നിട്ടും ഇതുവരെ ആ ഡിവൈഡർ പൊളിക്കാനോ അതിൻ്റെ ഒരു നടപടി എടുക്കാനോ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞിട്ടില്ല, ടീം അടാട്ടിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഈ ഇലക്ഷന് മുമ്പ് ഏകദേശം ഒരു 15-20 ദിവസത്തിന് മുമ്പ് ഈ ഡിവൈഡർ പൊളിച്ചു മാറ്റിക്കൊണ്ട്, അതായത് ആ വർക്ക് നടക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അനിലക്കരയുടെ നേതൃത്വത്തിൽ ആ ഡിവൈഡർ പൊളിച്ചു മാറ്റി ഒരു പ്രഹസനം, ജനങ്ങൾക്ക് ഒരു പ്രഹസനം കാണിച്ചുകൊണ്ട് വോട്ട് നേടാനുള്ള ഒരു കുതന്ത്രം കാണിക്കുകയാണ് അടാട്ട് മുതുവറ ജംഗ്ഷനിൽ കണ്ടിരുന്നത്. അതിനെതിരെ പല വീഡിയോകളും അതുപോലെ തന്നെ മീഡിയയിൽ പല കവറേജും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ പ്രകടന പത്രിക നടപ്പിലാക്കേണ്ട കാര്യം 100 ദിവസത്തിനുള്ളിൽ ഈ ഡിവൈഡർ പൊളിച്ച് സഞ്ചാരയോഗ്യമാക്കുമെന്നാണ് അവർ ഈ ടീം അടാട്ട് ഇവിടെ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അത് നടപ്പിലാക്കാൻ ഈ അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനോ ടീം അടാട്ടിനോ കഴിഞ്ഞിട്ടുള്ളതെന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ അടാട്ട് പഞ്ചായത്തിൽ മുതുവറ ജംഗ്ഷനുള്ളത് KSTPയുടെ വർക്കുമായി ബന്ധപ്പെട്ടുള്ള ഡിവൈഡറാണ് അവിടെ പണിതിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിവരാവകാശം കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് അത് വിവരാവകാശം ലഭിച്ചെന്നത് KSTP അവിടെ നടപ്പിലാക്കേണ്ട ഡിവൈഡറിന്റെ അളവും കാര്യങ്ങളും വ്യക്തമായി നമുക്ക് നൽകിയിട്ടുണ്ട്. അവിടെ പറഞ്ഞിട്ടുള്ളത് 6+670 7+400 എന്ന അളവിലാണ് അവിടെ ഡിവൈഡർ പണിതിട്ടുള്ളത്. ആ ഡിവൈഡറിന്റെ അളവിൽ നിന്ന് പുറമെ ബാക്കി നമ്മൾ പറയുന്ന ഒരു മേഖലയിലും അവിടെ പൊളിച്ചു മാറ്റേണ്ട കാര്യമില്ല എന്നതാണ് അവിടെ വ്യക്തമാക്കുന്നത്. അതിന്റെ വ്യക്തമായ വിവരാവകാശ രേഖകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അത് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വ്യക്തമായി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ ഈ പറഞ്ഞ അടാട്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വ്യക്തമായി പറയുന്നു, മുതുവറ അമ്പലത്തേക്ക് ജനങ്ങൾക്ക് പോകുവാനും അതുപോലെ തന്നെ ഭക്തർക്ക് അമ്പലത്തേക്ക് പോകുവാനുമുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഏർപ്പാടാക്കുമെന്നാണ് പറഞ്ഞുള്ളത്. പക്ഷേ മുതുവറയുടെ ആ ഭാഗത്തുള്ള മുതുവറ അമ്പലത്തിലേക്ക് കടക്കുന്ന ആ ഡിവൈഡർ ഇപ്പോഴും അത് അടഞ്ഞു കിടക്കുക തന്നെയാണ്. അതുപോലെ തന്നെ ചൂരക്കാട്ടുകര, കാട്ടോടി, കുറ്റൂര് ഭാഗത്തേക്ക് പോകാനുള്ള ആ ഡിവൈഡറും ഇപ്പോൾ പണിതുപോലെ തന്നെ ഇപ്പോൾ നിലനിൽക്കുകയാണ്. ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ അടാട്ട് പഞ്ചായത്തിൽ വന്നിട്ടുള്ളത്. അതിന് നേതൃത്വം നൽകുന്ന അനിലക്കര ഇപ്പോൾ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതെ വെറുതെ വിടുവാക്ക് പറയുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ ഭരണം പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാനിവിടെ വ്യക്തമാക്കുന്നത്. ഇതുപോലെ ഈ പ്രകടന പത്രികയിൽ ഒരുപാട് നുണകൾ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട്
നിലവിൽ വന്ന ഒരു ഭരണസമിതിയാണ് ഇപ്പോഴത്തെ ടീം അഡാട്ടിന്റെ UDF-ന്റെ ഭരണസമിതി. ഇതിൽ പല കാര്യങ്ങളും ഈ പ്രകടനപത്രികയിൽ പല വിഷയങ്ങളും ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഓരോ ദിവസം ഓരോന്നായി നമുക്കിത് വിശദമായി പരിശോധിക്കുന്നതുകൊണ്ട് അതിന്റെ വ്യക്തത ഞാൻ നിങ്ങളിലേക്ക് ഓരോ വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതാണ്. ഇതുപോലെ പല നുണപ്രചരണങ്ങളും നടത്തിക്കൊണ്ട് ഭരണത്തിൽ വന്ന ഒരു പ്രസിഡന്റും അതിനെ ചുക്കാൻ പിടിക്കുന്ന ഒരു UDF-ന്റെ മെമ്പർമാരുമാണ് ഇവിടെ ഭരണത്തിൽ വന്നിട്ടുള്ളത്. അത് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം. അവരുടെ പല വിഷയങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്.